അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ സമോസ റെസിപ്പിയാണ്. റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള, പിന്നെ റംദാനിലെ ഒരു സിഗ്നേച്ചർ റെസിപ്പി ഇതാണ്. എല്ലാവർക്കും നോമ്പ് തുറക്കുമ്പോൾ ഇഫ്താറിൽ ചിക്കൻ സമോസ, ടോട്ടലി സമോസ, ഏത് സമോസ ആയെങ്കിലും എല്ലാവർക്കും വേണമല്ലോ. വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചിക്കൻ സമോസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ റെസിപ്പി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 1/4 സ്പൂൺ ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് ഒരു കോഴ്സ്ലി ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കാം. നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ആക്കിണ്ട, കുറച്ച് ഒരു 2-3 പ്രാവശ്യം കോഴ്സ്ലി ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ പിന്നെ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള ഓനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറായി മാറുന്നവരെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതിൽ തന്നെ നല്ലപോലെ റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൊത്തം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വരെ നല്ലപോലെ കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് റെഡിയായി. ഇതെല്ലാം എടുത്തിട്ട് ഒരു സൈഡിൽ വെക്കാം. ഇതൊന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വെക്കാം. നെക്സ്റ്റ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സമോസ ഷീറ്റാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ സമോസ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കണം. ഇതൊന്നും എടുക്കാം. പിന്നെ റെഡിയാക്കിയ ചിക്കൻ ഫില്ലിങ്ങും എടുക്കാം. പിന്നെ മൈദത്തിൻ്റെ പേസ്റ്റും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് കുറച്ച് മൈദത്തിൻ്റെ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ഒരു സൈഡ് ഞാൻ കാണിക്കുന്ന പോലെ ഫോൾഡ് ആക്കി എടുക്കാം. നെക്സ്റ്റ് അതിൻ്റെ എന്നൊരു എഡ്ജ് കൂടി ഫോൾഡ് ആക്കാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ചിക്കൻ ഫില്ലിംഗ് ഒരു ടേബിൾ സ്പൂൺ അത്ര വെച്ച് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള ലാസ്റ്റ് എഡ്ജിലേക്ക് മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കാം. മൈദ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ കവറാക്കാം. മെല്ലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മൊത്തം എഡ്ജിലേക്ക്. സമോസ റെഡി. ഇതുപോലെ മൊത്തം റെഡി ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ട് ഇത് മൊത്തം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് തേച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയ പിന്നെ പുറത്തേക്ക് എടുക്കാം. നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റായ ചിക്കൻ സമോസ റെഡി. ഈ റംദാനിൽ ഉണ്ടാക്കിയെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ നോമ്പിൽ സമോസ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.